മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അല്ല, നബിദിനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാർത്തകളാണ് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. അന്യപുരുഷന്മാർക്കിടയിലോ പൊതു ഇടങ്ങളിലോ സ്ത്രീകളെ പ്രദർശിപ്പിക്കരുതെന്ന സമസ്ത കാന്തപുരം വിഭാഗത്തിന്റെ സർക്കുലർ. മതാഘോഷങ്ങളിൽ അതിർവരമ്പ് ലംഘിക്കരുത്. പരിപാടികൾ ഇസ്ലാമിക മാനദണ്ഡം വെച്ചായിരിക്കണം. നിരത്തുകളിലും വേദിയിലും അന്യപുരുഷന്മാർക്കിടയിൽ യുവതികളെ പ്രദർശിപ്പിക്കരുത് എന്നും മഹല്ലുകൾക്ക് നൽകിയ സർക്കുലറിൽ പറയുകയാണ്. നിങ്ങൾ കേട്ടില്ലേ? ഞാൻ ഏതായാലും സമസ്ത ഇറക്കിയിട്ടുള്ള ആ സർക്കുലർ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇസ്ലാമിക ആഘോഷങ്ങൾ അതിരുകടക്കരുത്. മഹല്ല് നേതൃത്വം ജാഗ്രത പാലിക്കണം. സമസ്ത കോഴിക്കോട്. ഇസ്ലാമിക ആഘോഷങ്ങളും ചടങ്ങുകളും മതപരമായ അതിർവരമ്പുകൾ ലംഘിച്ച് മുന്നോട്ടു പോകുന്നത് ഗൗരവത്തോടെ കാണണമെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസല്യാർ, ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസല്യാർ എന്നിവർ പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഇത്തരം പരിപാടികൾ തികച്ചും ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ മഹല്ല് ഭാരവാഹികളും പള്ളി, മദ്രസ, മറ്റ് സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരുടെ നേതൃത്വവും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് നേതാക്കൾ ഓർമ്മിപ്പിച്ചു. പൊതുനിരത്തുകളിലും സ്റ്റേജുകളിലും അന്യപുരുഷന്മാർക്കിടയിൽ യുവതികളെ പ്രദർശിപ്പിക്കുന്നതും ഇസ്ലാമികമല്ലാത്ത ആചാരങ്ങളും ആഘോഷ രീതികളും കൂട്ടിയിണക്കുന്നതും വിശ്വാസികൾക്ക് ചേർന്നതല്ലെന്നും അത് അനുവദനീയമല്ലെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. മതകീയ മൂല്യങ്ങളും അച്ചടക്കവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് മാത്രമായിരിക്കണം മഹല്ല് തലത്തിലും അല്ലാതെയും നടക്കുന്ന മുഴുവൻ പരിപാടികളും സംഘടിപ്പിക്കേണ്ടതെന്നും വരും തലമുറയിലേക്ക് സന്മാർഗികമായ മാതൃകകൾ പകർന്നു നൽകാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. ഈ സുലൈമാൻ മുസല്യാർ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളിത് കേട്ടില്ലേ? യഥാർത്ഥത്തിൽ അന്യ പുരുഷന്മാർക്കിടയിൽ സ്ത്രീകളെ പ്രദർശിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നത് സ്ത്രീ വിരുദ്ധതയല്ലേ? ഇതിനെതിരെ യഥാർത്ഥത്തിൽ കേസ് പോലും എടുക്കേണ്ടേ? ഇവർക്കൊക്കെ എതിരെ കേസെടുക്കണമെങ്കിൽ കേരള പോലീസിന്റെ പിടികളിറക്കും എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാം, ഞാനൊരു മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട ആള് തന്നെയാണ്. ഞാൻ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇനി ഇവര് പറയുന്നത് പോലെ നബിദിനത്തിൽ മുസ്ലിം സ്ത്രീകൾ ഇറങ്ങി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തു എന്ന് പറയുന്നവരും മുസ്ലിം മതവിശ്വാസികളാണ്. അവർ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അല്ല, മതപരമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് സ്ത്രീകൾ പ്രവാചകന്റെ നബിദിനത്തിൽ, പുണ്യമായ ജന്മദിനത്തിൽ ഒരു ആഘോഷത്തിലേക്ക് മുസ്ലിം സ്ത്രീകൾ ഇറങ്ങിയാൽ അവരുടെ വിശ്വാസപ്രകാരം അവരെ ഇറക്കില്ല എന്നൊക്കെ പറയാൻ ഇത് താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ അല്ല എന്നുള്ളത് ഇത്തരം സകല ആളുകളും കൃത്യമായിട്ട് അങ്ങ് തിരിച്ചറിയണം. ഇവിടെ മുസ്ലിം സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഏതൊക്കെ ആഘോഷങ്ങളാണോ അവരത് പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കാൻ ഇവിടെ ഒരാൾക്കും ഒരു അധികാരമില്ല. പിന്നെ ഇവരൊക്കെ തന്നെ പങ്കെടുത്തത് നബിദിനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം മതവിശ്വാസികൾ തന്നെ നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളിലാണ്. ഇപ്പൊ ആദ്യം EK സംസ്ഥ മാത്രമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീടാണ് AP സംസ്ഥ രൂപീകൃതമായിട്ടുള്ളത്. അത് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നാളെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകള് അവർക്ക് ഓണം ആഘോഷിക്കാനും അവർക്ക് ഏതൊരു ആഘോഷം വരുമ്പോഴും അവർക്ക് കൃത്യമായിട്ട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും പുണ്യമായ നബിദിനം വരുന്ന സമയത്ത് അതിൽ ആഘോഷിക്കാനോ അവരൊരു പുതിയ സംസ്ഥക്ക് രൂപം കൊടുത്താൽ AP EK സംസ്ഥ എന്തു പറയും? ഇത് EK AP സംസ്ഥയിലൊക്കെ വിശ്വസിച്ച് മുസ്ലിം മതവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ. ഈ കാലത്ത് മുസ്ലിം സ്ത്രീകളെ പ്രദർശന വസ്തു എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് ഇവരിങ്ങനെ അപമാനിക്കുന്നത്? ഹിജാബ് ഉൾപ്പെടെ ധരിച്ചിട്ട് അവർ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ഇവിടെ എന്ത് പോകുമല്ല ഇവന്മാർ ഈ വിളിച്ചു പറയുന്നത്? ഇവന്മാരെയൊക്കെ ഭയക്കണം കേട്ടോ. സകല വിവേകമുള്ള മലയാളികൾ തിരിച്ചറിയണം. ഇതിനെതിരെയൊക്കെ പറയുന്ന സകലരെയും ഭയത്തോടുകൂടി പൊതുസമൂഹം കാണണം. കാരണം മറ്റൊന്നല്ല, ഹിജാബ് ഉൾപ്പെടെ ധരിച്ചിട്ടോ അവരെന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുമ്പോഴേക്ക് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തൊയിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ബാക്കി സ്ത്രീകൾ ഇവിടെ പൊതുസമൂഹത്തിൽ നടക്കുന്നതല്ലേ? ഇവന്മാരെ കൊണ്ട് പൊതുശല്യായിരിക്കൂലേ? ഇവരൊക്കെ ഇതൊരു നാണക്കേടല്ലേ? 2026 പുണ്യമായ നബിദിനത്തിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കരുത്, സ്ത്രീകൾ ഇറങ്ങരുത് എന്നൊക്കെ എന്ത് നെറികേടാണ്. അല്ല, ഇവർക്കൊക്കെ വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആരാ?
ആരാ? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇപ്പോ മനുസ്മൃതിക്കെതിരെയൊക്കെ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഞാൻ ആ വാർത്തയൊന്ന് വായിച്ചു. പുരുഷാധിപത്യ കൂട് തകർത്ത് സ്ത്രീകൾ സ്വതന്ത്രരാകണം, സ്ത്രീയുടെ മേൽ പുരുഷാധിപത്യം അവകാശപ്പെടുന്ന മനുസ്മൃതി നാണക്കേടെന്നും രാഹുൽ ഗാന്ധി വാർത്ത കൊടുത്തതാരെന്നറിയോ? നമ്മുടെ താലിബാൻ വിസ്മയം പോലെ എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ പത്ര മനുസ്മൃതിക്കെതിരെ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത്. ഈ മനുസ്മൃതിയിൽ സ്ത്രീകൾക്കെതിരെ എന്താണ് എന്നുള്ളത് ഇവർ വ്യക്തമാക്കുന്നില്ല, രാഹുൽ ഗാന്ധിയും വ്യക്തമാക്കുന്നില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ പറഞ്ഞതിനോടൊക്കെ നബിദിനവുമായി ബന്ധപ്പെട്ട് ഈ അടിച്ചമർത്തലുകൾക്ക് എതിരെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒരക്ഷരം മിണ്ടൂല. മിണ്ടിയാലെ പെങ്ങൾ വയനാട്ടിൽ അങ്ങ് തോറ്റു, അതുകൊണ്ട് മിണ്ടൂല. ആത്മാഭിമാനം പണയം വെച്ചാണ് രാഹുൽ ഗാന്ധിയൊക്കെ ഇവരുടെ മൂടും താങ്ങി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം, ഇതിനെതിരേക്ക് മുസ്ലിം മതവിശ്വാസത്തിൽ നിന്ന് തന്നെ ആളുകൾ ഇറങ്ങും. ഇവർ ഈ അടിച്ചമർത്തലൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ ഓണം ആഘോഷിച്ചത് സകലരും കണ്ടിക്കുന്നല്ലേ, സകല മതവിശ്വാസികളും കണ്ടിക്കുന്നല്ലേ. ഈ ഓണമൊക്കെ മുസ്ലിം പെൺകുട്ടികൾ എങ്ങനെ ആഘോഷിച്ചത് എന്ന് അവർ ഈ നബിദിനവും ആഘോഷിക്കും. അത് ആണുങ്ങൾക്ക് മാത്രം ആഘോഷിച്ചാൽ മതി എന്ന് പറയുന്നതൊക്കെ എന്ത് നിറകേടാ. പിന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മനുസ്മൃതിക്കെതിരെ ഒക്കെ പറഞ്ഞ സമയത്ത് മുസ്ലിം സ്ത്രീകൾ AICCക്ക് മുമ്പിൽ വന്നിട്ട് സമരം നടത്തിയിട്ടുണ്ട്. AICC മന്ദിരത്തിന് മുമ്പിൽ. ഞാൻ ഏതായാലും ആ മുസ്ലിം സ്ത്രീ വിളിച്ചു പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്നതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, തുല്യ ബഹുമാനവും നീതിയും ഞങ്ങൾക്കും ലഭിക്കുന്നതിനെ പറ്റി രാഹുൽ ഗാന്ധി സംസാരിക്കണം. രാഹുൽ ഗാന്ധി സംസാരിക്കണം. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കർണാടകയിലെ സർക്കാരിൽ ഒരു വനിതാ മന്ത്രി പോലുമില്ല, നിങ്ങൾ എല്ലാവർക്കും ഒപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്ത്രീകൾക്കൊപ്പം എന്ന് പറയുന്നു. ഞങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ത്രീകളാണ്, ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ, ഞങ്ങളും ഈ രാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഹിന്ദുസ്ഥാൻ ഞങ്ങളുടേതുമാണ്, എല്ലാവരുടേതുമാണ്. ഇതാണ് പറയാനുള്ളത്. മുത്തലാഖ് നിയമത്തെ നിങ്ങൾ കോൺഗ്രസ് പാർട്ടി തെറ്റായി കാണരുത്. മുത്തലാഖ് നിയമം വന്നത് മുതൽ ഞങ്ങൾ മനസ്സുകൊണ്ട് തന്നെ വളരെ ശക്തരാണ്. ഇത്ര മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കൂ, സ്ത്രീകളുടെയും കൂടെ കൂട്ടൂ, ഞങ്ങൾ മുസ്ലിം സ്ത്രീകളെയും ഒപ്പം നിർത്തൂ, അവർക്കത് ആവശ്യമാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചാൽ ഒരു കാര്യവും നടക്കില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ മുസ്ലിം സ്ത്രീകളെ ഡൽഹിയിൽ AICC ആസ്ഥാന മന്ദിരത്തിന് മുമ്പിലാ ഈ പ്രതിഷേധം നടത്തുന്നത്. മനുസ്മൃതിക്കെതിരെയൊക്കെ തോന്നിയത് പറയുമ്പോഴോ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരം രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല. മുസ്ലിം സ്ത്രീകൾ ആവശ്യപ്പെടുന്നത് ന്യായമായ ആവശ്യങ്ങളല്ലേ. മുത്തലാഖ് നിരോധിച്ചത് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ മുസ്ലിം സ്ത്രീകളെ കറിവേപ്പില പോലെ വലിച്ചെറിയാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. ആ മുത്തലാഖ് നിരോധിക്കാൻ ഈ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ? സാധിച്ചിട്ടില്ല. ഇപ്പൊ നബിദിനത്തിന് പോലും മതവിശ്വാസികളായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് അവർക്കൊന്ന് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ രാഹുൽ ഗാന്ധിയുടെ ആ നാവൊന്ന് പൊന്തുന്നത് നമ്മൾ ആരെങ്കിലും കാണുമോ? ഇങ്ങനെയും സുഡാപ്പികളുടെ കാലം പിടിച്ചു പോകാൻ ഈ രാഹുൽ ഗാന്ധിക്കൊന്നും ഒരു നാണവുമില്ലേ?